ബി.ജെ.പി ഒരു വർഗീയവാദി പാർട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി ഒരു സമുദായ ഒരു റിലിജിന് വേണ്ടി ഒരു ഫെയ്ത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാവരും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നുണ ഒരു പണ്ട് കാലത്തുണ്ടല്ലോ ഒരു ഗോൾബൽസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇഫ് യു സേ എ ലൈ ഓഫൻ ഇനഫ് ഇറ്റ് ബിക്കംസ് എ ട്രൂത്ത്. അതൊരു സത്യമായിട്ടാണ് ജനങ്ങൾ കുറച്ചു കാലം 10-15 കൊല്ലമായിട്ട് കണ്ടത്. മുസ്ലിം സമുദായമാണോ ക്രിസ്ത്യൻ സമുദായമാണോ ഹിന്ദു സമുദായമാണോ ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ ഒപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. ബി.ജെ.പി ഒരു മതവും ഒരു വിശ്വാസത്തിന് എതിരെയല്ല. എല്ലാ മതവും എല്ലാ വിശ്വാസത്തിനും ബഹുമാനിക്കുന്ന ഒരു പാർട്ടി. എന്താണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്? മുനമ്പം ഒരു എക്സാമ്പിൾ. ഞങ്ങൾ ചെയ്തത് എന്താണ്? 35 കൊല്ലമായിട്ട് അവിടെ 600-ലധികം കുടുംബങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവിടെ എം.പിയോട് ചോദിക്കുന്നു, യു.ഡി.എഫ് സർക്കാരോട് ചോദിക്കുന്നു, എൽ.ഡി.എഫ് സർക്കാരോട്. നടക്കുന്നില്ല. ഞങ്ങൾ അവിടെ പോയപ്പോൾ പറഞ്ഞു വഖഫ് ആക്ട് അമെന്റ്മെന്റിൽ അതിനെതിരെ ഇത് നമ്മൾ പരിഹരിക്കാം. ഞങ്ങൾ പറഞ്ഞത് ആരാണെങ്കിലും കഷ്ടങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കാൻ ഞങ്ങൾ ഇറങ്ങും. ഇതുവരെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ഫോൾസ് നെറേറ്റീവാണ്, ഒരു ഫോൾസ് പ്രൊപ്പഗൻഡയാണ്. സത്യം മനസ്സിലാക്കൂ. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആണ്, ഇന്നുമാണ്, അന്നും ആയിരുന്നു. ഈ നുണ പറഞ്ഞ് ഒരു രാഷ്ട്രീയം ചെയ്യുന്ന കാലങ്ങൾ കഴിഞ്ഞു. അതൊരു 10-20 കൊല്ലം ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കില്ല. ബി.ജെ.പി കേരളം, ഞാൻ ഒരു ശക്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയാന്ന്, അത് നടക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ട്രൈ ചെയ്താലും, അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഡ്രാമ ചെയ്താലും നാടകം ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ജനങ്ങളുടെ ഡയറക്റ്റ്ലി ഞങ്ങൾ പോയിട്ട് പറയും, ഇതാണ് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ്, ഇതാണ് ഇവരുടെ ട്രാക്ക് റെക്കോർഡ്.